നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻസ് ത്രില്ലർ സീരീസായ ദൃശ്യം മൂന്നാം ഭാഗത്തിനായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 2-ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് കരുതിയിരുന്ന ദൃശ്യം 3യുടെ റിലീസ് ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. എന്നാൽ ആരാധകർ നിരാശപ്പെടേണ്ടതില്ല. കാരണം പുതിയ റിലീസ് തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21-നാണ് ചിത്രം ഇനി പ്രദർശനത്തിനെത്തുന്നത്. റിലീസ് മാറ്റാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയാണ്. മലയാള സിനിമകളുടെ വലിയൊരു വരുമാന സ്രോതസ്സാണ് ഗൾഫ് രാജ്യങ്ങൾ. നിലവിലെ സംഘർഷം റിലീസിനെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് റിലീസ് മെയ് മാസത്തിലേക്ക് നീട്ടിയത്. നിഗൂഢമായ പോസ്റ്ററാണ് മറ്റൊരു പ്രത്യേകത. ഭൂതകാലം ഒരിക്കലും നിശബ്ദമാവുന്നില്ല, അത് കാത്തിരിക്കുക മാത്രം ചെയ്യുന്നു എന്ന പോസ്റ്ററിലെ വാചകം ആരാധകർക്കിടയിൽ വലിയ ആകാംക്ഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ തെളിവുകൾ ജോർജ് കുട്ടിയെ വേട്ടയാടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മലയാളത്തിനൊപ്പം തന്നെ ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പും വാർത്തകളിൽ നിറയുന്നുണ്ട്. മലയാളത്തിൽ മുരളി ഗോപി ചെയ്ത ഗൗരവമേറിയ വേഷം ഹിന്ദിയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത് അക്ഷയ് ഖന്ന ആയിരുന്നു. എന്നാൽ താരം ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയത് ബോളിവുഡിൽ വലിയ ചർച്ചയായി. അജയ് ദേവ്ഗൺ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റെ ഷൂട്ടിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബറിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ. സംവിധായകൻ ജിത്തു ജോസഫ് നൽകുന്ന സൂചനകൾ പ്രകാരം ദൃശ്യം 3 തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. രണ്ടാം ഭാഗം പോലെ ആയിരിക്കില്ല ദൃശ്യം 3. ഇത് ഒന്നാം ഭാഗത്തിന്റെ പാറ്റേണിലായിരിക്കും ഒരുങ്ങുന്നത്. കുറച്ചുകൂടി വൈകാരികമായ വശങ്ങൾ ഇതിലുണ്ടാകും. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാമെന്ന കാര്യമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. കഥാപാത്രങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 75 കോടി നേടിയ ഒന്നാം ഭാഗവും OTTയിൽ തരംഗമായ രണ്ടാം ഭാഗവും കഴിഞ്ഞ് മൂന്നാം ഭാഗം തിയേറ്ററുകളിലെത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുമെന്നത് ഉറപ്പാണ്. മെയ് 21-ന് ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ ജോർജ് കുട്ടി എന്ത് അത്ഭുതമാണ് കാത്തുവച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ജോർജ് കുട്ടിയുടെ കഥ തുടങ്ങുന്നത് തൊടുപുഴയിലെ ആ പഴയ വീട്ടിൽ നിന്നാണെങ്കിൽ മൂന്നാം ഭാഗത്തിൽ കഥയുടെ ക്യാൻവാസ് മുറുകുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ജോർജ് കുട്ടിയും കുടുംബവും ഇപ്പോൾ സാമ്പത്തികമായി ഏറെ ഉയർന്നു കഴിഞ്ഞു. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ജോർജ് കുട്ടി കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. സിനിമയുടെ ചില ഭാഗങ്ങൾ കേരളത്തിന് പുറത്തും വിദേശത്തുമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്ന സൂചനയുണ്ട്. ജോർജ് കുട്ടി തന്റെ ഭൂതകാലത്തെ മറയ്ക്കാൻ നടത്തിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ നീളുന്ന ഒന്നാണോ എന്ന സംശയത്തിലാണ് ആരാധകർ. ദൃശ്യം 3യുടെ ക്ലൈമാക്സിനെ കുറിച്ച് അണിയറ പ്രവർത്തകർ അതീവ രഹസ്യമാണ് കാത്തു സൂക്ഷിക്കുന്നത്. ക്ലൈമാക്സ് ചിത്രീകരിക്കുന്ന സമയത്ത് സെറ്റിൽ അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. സ്ക്രിപ്റ്റ് പോലും എല്ലാ താരങ്ങൾക്കും പൂർണ്ണമായി നൽകിയിട്ടില്ല. പ്രേക്ഷകരെ ഞെട്ടിക്കാൻ 2 വ്യത്യസ്ത ക്ലൈമാക്സുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഏറ്റവും മികച്ചത് തിയേറ്ററിൽ എത്തിക്കുമെന്നും ചില അഭ്യൂഹങ്ങൾ സിനിമാ വൃത്തങ്ങളിൽ പരക്കുന്നുണ്ട്. ദൃശ്യം 1-2 ഭാഗങ്ങളെ അപേക്ഷിച്ച് മൂന്നാം ഭാഗത്തിന് വലിയ ബജറ്റാണ് ആശീർവാദ് സിനിമാസ് നീക്കിവച്ചിരിക്കുന്നത്. വിദേശ സാങ്കേതിക പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത്. പാൻ ഇന്ത്യൻ തലത്തിൽ ചിത്രം റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ വിഷ്വലിലും സൗണ്ടിലും വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റിയാണ് ടീം ലക്ഷ്യമിടുന്നത്. മലയാളം പതിപ്പിനൊപ്പം തന്നെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഡബ്ബ് ചെയ്ത ഒരേ ദിവസം റിലീസ് ചെയ്യാനാണ് പ്ലാൻ. മലയാളത്തിൽ മുരളി ഗോപി ചെയ്ത IG ഗീതാ പ്രഭാകറിന്റെ വ്യത്യസ്തനായ ഉദ്യോഗസ്ഥന്റെ വേഷം മൂന്നാം ഭാഗത്തിൽ അതീവ നിർണായകമാണ്. ഹിന്ദി പതിപ്പിൽ നിന്ന് അക്ഷയ് ഖന്ന പിന്മാറിയത് ആ വേഷത്തിന്റെ ഗൗരവം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അത്രമേൽ പെർഫോമൻസ് വേണ്ട ഒരു കഥാപാത്രമാണിത്. ജോർജ് കുട്ടിയെ കൊടുക്കാൻ നിയമത്തിന്റെ പുതിയ വഴികൾ തേടി വരുന്ന ഈ ഉദ്യോഗസ്ഥൻ മൂന്നാം ഭാഗത്തിൽ ജോർജ് കുട്ടിക്ക് വലിയ തലവേദനയാകും. ദൃശ്യം എന്ന സിനിമയുടെ വിജയത്തിന് പിന്നിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തിന് വലിയ പങ്കുണ്ട്. 4ാം ക്ലാസ് മാത്രം പഠിച്ച കേബിൾ TV ഓപ്പറേറ്ററായ ജോർജ് കുട്ടി ഒരു ശരാശരി മലയാളിയുടെ പ്രതീകമാണ്. സിനിമകളാണ് അദ്ദേഹത്തിന്റെ ലോകവും അറിവും. ഭാര്യ റാണിയും മക്കളായ അൻസിബിയും എസ്തറും അടങ്ങുന്ന കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒരു വൈകാരികമായ അടിത്തറയാണ് പ്രേക്ഷകരെ ജോർജ് കുട്ടിക്കൊപ്പം നിർത്തുന്നത്. ദൃശ്യം സീരീസിലെ ഓരോ സിനിമയും ഓരോ പ്രത്യേക പാറ്റേൺ പിന്തുടരുന്നുണ്ട്. ഒരു സാധാരണ കുടുംബചിത്രം പോലെ തുടങ്ങി പതുക്കെ സസ്പെൻസിലേക്ക് കഥ വികസിക്കുന്നു. ജോർജ് കുട്ടി ചെയ്ത ക്രൈം പ്രേക്ഷകർക്കറിയാമെങ്കിലും അദ്ദേഹം പോലീസിനെ എങ്ങനെ വെട്ടിക്കുന്നു എന്നതാണ് സിനിമയുടെ ത്രില്ലർ സ്വഭാവം നൽകുന്നത്. എല്ലാ തെളിവുകളും ജോർജ് കുട്ടിക്കെതിരാകുമ്പോൾ അദ്ദേഹം പുതിയ സസ്പെൻസ് ക്ലൈമാക്സ് അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നു. ഈ പാറ്റേൺ ദൃശ്യം 3യിലും ജിത്തു ജോസഫ് നിലനിർത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം 2-ൽ ഗീതാ പ്രഭാകറിന്റെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായ മുരളി ഗോപി അവതരിപ്പിച്ച കഥാപാത്രം ജോർജ് കുട്ടിക്ക് വലിയൊരു തലവേദനയായി മാറി. മൂന്നാം ഭാഗത്തിൽ ഈ കഥാപാത്രം കൂടുതൽ ശക്തമായ തെളിവുകളുമായാണ് ജോർജ് കുട്ടിയെ നേരിടുന്നത്. ഗീതാ പ്രഭാകറിന്റെ പ്രതികാരം ഇത്തവണ കൂടുതൽ മാരകമായിരിക്കുമെന്ന് സൂചനയുണ്ട്. ജോർജ് കുട്ടിക്ക് നിയമത്തിന്റെ വഴികൾ ഇത്തവണ പൂർണ്ണമായും അടഞ്ഞേക്കാം.